മല പോലെ വന്നതും മഞ്ഞുപോലെ അള്ളാഹു ഉരുക്കിക്കളയാൻ കാരണമാകുന്ന പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നതാണ്? പരിപൂർണമായിട്ടും ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിത്തരുന്നതാണ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്നതോടുകൂടി. നമ്മുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ മാറിക്കിട്ടാൻ, നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരാൻ കാരണമാകുന്ന അത്ഭുതത്തിൻ്റെ കലവറ നിറഞ്ഞ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ചെറിയ ഒരു സൂറത്താണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ്. പോയ കാര്യം നല്ലതുപോലെ വിജയമാകാൻ, പോയ കാര്യം ഏതാണെങ്കിലും അത് റാഹത്തിലാകാൻ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, പഠന ആവശ്യങ്ങൾക്ക് പോകുന്നവർ, അതുപോലെ ഓരോ പലതരത്തിലുള്ള ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ സൂറത്ത് ഓതിയിട്ട് 3 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ പോകുന്ന കാര്യം അല്ലാഹു തആല അത് റാഹത്തിലും സലാമത്തിലുമാക്കി തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സമയത്ത് ഈ സൂറത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ അവന് 1000 ഷഹീദിന്റെ കൂലി കിട്ടും എന്നുള്ളതാണ്. ഇത്രയേറെ വമ്പൻ പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്ത് ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോ അവസാനം വരെ കാണുക. ഇന്നത്തെ 10 മിനിറ്റ് ഇതിലൂടെ നമുക്ക് ഉപകാരപ്പെടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ദുആ വസിയത്തുകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കുന്നുണ്ട്. അള്ളാഹുരുടെയൊക്കെ വിഷമങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്ലാസ് എന്നും മുടങ്ങാതെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. അള്ളാഹു അവരുടെ ജീവിതത്തിൽ എന്നും വിജയം കൊടുക്കട്ടെ, എന്നും സന്തോഷം കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്ത്. ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആദ്യം തന്നെ ഏതാണ് ആ സൂറത്ത് എന്നൊന്ന് പറയാം, എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഖദറാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സദഖല്ലാഹുൽ അലീം. ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ, പ്രിയപ്പെട്ടവരെ, ധാരാളം പ്രത്യേകതകളുണ്ട്, ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണ് പ്രധാനമായിട്ടും പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പുണ്യമാക്കപ്പെട്ട രാത്രി, പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന രാത്രികളിൽ അതിപ്രധാനമായ സുപ്രധാനമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ഈ പുണ്യമാക്കപ്പെട്ട രാത്രിയെക്കുറിച്ച് പരാമർശിക്കപ്പെട്ട സൂറത്താണ് വിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ 5 നേട്ടങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ നേട്ടം, ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പുണ്യമാക്കപ്പെട്ട ഈ സൂറത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്തിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ കാര്യം വിജയത്തിലാകും എന്നുള്ളതാണ്. വലിയ വിജയം അത് കാരണമായിട്ട് നമുക്ക് ലഭിക്കും. എവിടേക്ക് ഇറങ്ങിയാലും ഇൻഷാ അല്ലാഹ് ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്തിട്ട് ഇറങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകുന്നതാണ്. അതൊന്നാമത്തെ ശ്രേഷ്ഠത. രണ്ടാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്, നമ്മളൊക്കെ വുളൂ ചെയ്യുന്നവരാണ് അല്ലേ? ശുദ്ധമാക്കപ്പെട്ട നമസ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അംഗശുദ്ധി വരുത്തുന്നവരാണ് നമ്മൾ. വുളൂ ചെയ്തതിന് ശേഷം, അതിനുശേഷം പറയാറുള്ള വുളൂവിന് ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, ആ ദുആയൊക്കെ പറഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദർ പാരായണം ചെയ്യുക. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയോ?
ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ അവന് ലഭിക്കുന്നത് ഊത്തിയ അജ്റു അൽഫി ഷഹീദ്, 1000 ഷഹീദിന്റെ കൂലി ലഭിക്കപ്പെടുമെന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. ആരെങ്കിലും ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ സൂറത്ത് വളൂ ചെയ്തതിനു ശേഷം 3 പ്രാവശ്യം പാരായണം ചെയ്താൽ 1000 ഷഹീദിന്റെ കൂലി അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, ആപത്തുകൾ, അപകടങ്ങൾ, അതുപോലെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, യാതനകൾ, വേദനകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് നൽകുന്ന എത്രത്തോളം വലിയ ആപത്തുകളുണ്ടോ അതൊക്കെയും തട്ടിമാറ്റി തരും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മഹാരഥന്മാർ പഠിപ്പിക്കുന്നത് മല പോലെ വന്നത് മഞ്ഞുപോലെ ഉരുകിപ്പോകുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് കാരണമായിട്ട് അത്ര വലിയ ഒരു രക്ഷയും അത്ര വലിയ ഒരു കാവലും അത്ര വലിയ വിഷമങ്ങളെ മാറ്റിത്തരുകയും ചെയ്യുന്നതാണ്. മല പോലെ വന്നത് മഞ്ഞുപോലെ ഉരുക്കിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഓതുന്നവന്, ഈ ജീവിതത്തിൽ ധാരാളം പതിവാക്കുന്നവന്, അതായത് നിശ്ചിത എണ്ണമില്ല, ഈ സൂറത്ത് ദിനേന ഒരുപാട് വട്ടം എത്രയാണോ കഴിയുന്നത് അത്രയും പ്രാവശ്യങ്ങൾ പാരായണം ചെയ്യാൻ, ആ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ധാരാളം കൂലിയാണ്. അതിൽപ്പെട്ട കൂലിയാണ് മല പോലെ വരുന്നത് മഞ്ഞുപോലെ ഉരുകിപ്പോകും, പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും, അപകടങ്ങൾക്ക് കാവലാണ് എന്നുള്ളതാണ് മൂന്നാമത്തത്. നാലാമത്തെ പ്രതിഫലം എന്ന് പറയുന്നത് 7 പ്രാവശ്യം ദിവസവും ഓതിക്കഴിഞ്ഞാൽ കടലിന്റെ നുരയോളം പതയോളം പാപമുണ്ടെങ്കിലും, കടലിന്റെ നുര അറിയല്ലോ, അത്രത്തോളം പാപമുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അള്ളാഹു ആ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്നുള്ളതാണ്. അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരും ഈ പുണ്യമാക്കപ്പെട്ട സൂറത്ത് ദിവസവും 7 പ്രാവശ്യം പാരായണം ചെയ്യുന്ന മനുഷ്യനിക്ക്. അതാണ് നാലാമത്തെ വമ്പൻ നേട്ടം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ജുമുഅ നമസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ലഭിക്കുന്നത് ഒരു ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്നുള്ളതാണ്. ഒരു ഹജ്ജ് ചെയ്ത കൂലി. നമ്മളെ കൊണ്ട് പലർക്കും സാമ്പത്തിക വിഷമങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും ഉള്ളതിന്റെ കാരണത്താൽ വിശുദ്ധമാക്കപ്പെട്ട കഅബയിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മനോദുഃഖം പേറി നടക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ വളരെയേറെ ഉപകാരമാണ് ഈ ഒരു അമൽ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ജുമുഅ നമസ്കാര ശേഷം 25 പ്രാവശ്യം ഈ പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ഖദറിനെ പാരായണം ചെയ്യുന്ന മനുഷ്യനിക്ക് ഒരു ഹജ്ജ് ചെയ്ത കൂലിയും അതുപോലെ തന്നെ 1000 യുദ്ധത്തിൽ പങ്കെടുത്ത കൂലിയുമാണ് എന്നുള്ളത്. നമുക്കൊന്നും യുദ്ധത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഇസ്ലാമിന് വേണ്ടിയിട്ട് പട പൊരുതാൻ നമുക്കൊന്നും അവസരം കിട്ടിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ആ പടയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദീൻ പഠിപ്പിച്ചു തരികയാണ്, ജുമുഅ നമസ്കാരത്തിന് ശേഷം 25 പ്രാവശ്യം പോകുന്ന മനുഷ്യനിക്ക് 1000 യുദ്ധത്തിൽ പങ്കെടുത്ത കൂലി, ഒരു ഹജ്ജ് ചെയ്ത കൂലി. ഇത്രയേറെ വമ്പൻ നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഈ സൂറത്തുൽ ഖദർ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, എന്നെന്നും ജീവിതത്തിൽ കൊണ്ടുവരിക. 5 നേട്ടങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നാമത്തെ നേട്ടം, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഈ സൂറത്ത് 3 പ്രാവശ്യം പാരായണം ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയം ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ നേട്ടം എന്ന് പറയുന്നത് വുളൂഇന് ശേഷം 3 പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യനിക്ക് 1000 ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ഹബീബായ മുത്തുനബി പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ നേട്ടം, ആപത്തുകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു ചെയ്യും മാറ്റിത്തരുന്നതാണ്. ഈ സൂറത്തിനെ ധാരാളം ഓതിക്കഴിഞ്ഞാൽ മല പോലെ വന്നത് മഞ്ഞുപോലെ അള്ളാഹു ഉരുക്കി കളയുന്നതാണ് എന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു. നാലാമത്തെ നേട്ടം, 7 പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ കടലിന്റെ നുരയോളം പാപമുണ്ടെങ്കിലും ആ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുന്നതാണ് പ്രിയപ്പെട്ടവരെ. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വരുന്ന നേട്ടമാണ്. അതുപോലെ 5ാമത്തെ നേട്ടം എന്ന് പറയുന്നത്, ജുമുഅ നമസ്കാര ശേഷം 25 പ്രാവശ്യം ആരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത കൂലിയും 1000 യുദ്ധത്തിൽ പങ്കെടുത്തതായിട്ടുള്ള കൂലിയും ആ മനുഷ്യനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. ഇത്ര വലിയ പ്രതിഫലം നൽകപ്പെടുന്ന പുണ്യമാക്കപ്പെട്ട ഒരു അമലാണ് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കുക, പാരായണം ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.